ഏതൊരു ബന്ധമെടുത്താലും ബാലൻസ് വളരെ പ്രധാനപ്പെട്ടതായാലും അത് പ്രണയമായാലും ദമ്പതികളായാലും സഹോദരങ്ങളായാലും സൗഹൃദമായാലും ഈ ഒരു ബാലൻസ് എന്ന് തെറ്റിപ്പോയാൽ ആ ബന്ധത്തിൽ പല വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബാലൻസിൽ തന്നെ ആദ്യത്തേത് ഈഗോ. ഏതൊരു ബന്ധത്തിനിടയിലും ഈഗോ വന്നാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അടുത്തത് പൊസസീവ്നെസ്. ഈ പൊസസീവ്നെസിന്റെ അടുത്തൊരു ഘട്ടമാണ് ഒബ്സഷൻ. അമിതമായ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഒഴിയാ ബാധ എന്നൊക്കെ പറയും. അതും പൊസസീവ്നെസ് പോലെ വളരെ ക്രൂരമായ കാര്യം അല്ല, എങ്കിലും ഏതൊരു ബന്ധത്തെയും നശിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണത്. ഇവയെല്ലാം നിങ്ങളും ജീവിതത്തിലെ ഓരോ ഘട്ടത്തിൽ കടന്നു വന്നവരായിരിക്കും. അതുപോലെ ഇന്ത്യയിലുള്ള 2 പേർ ഓസ്ട്രേലിയയിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നു. അങ്ങനെ പോയ സ്ഥലത്ത് 2 പേരും പരസ്പരം പ്രണയിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രണയിക്കാൻ തുടങ്ങി അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമായൊരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾ വളരെ വിലപ്പെട്ട ആഴമേറിയ ഒരു ബന്ധത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു ബന്ധത്തിൽ എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ടത്, എന്തൊക്കെ നമ്മൾ ചെയ്യരുത് എന്നുള്ള വളരെ വിലപ്പെട്ട കാര്യങ്ങൾ ഈ കേസിലൂടെ നമുക്ക് പഠിക്കാം. ഇന്ത്യയിലെ 21 വയസ്സുള്ള ജാസ്മിൻ എന്ന പെൺകുട്ടിയും 23 വയസ്സുള്ള ടർക്കി ജോട്ടും ഓസ്ട്രേലിയയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്നു. 2 പേരും അഡലേഡിലെ യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. 2 പേരും ഇന്ത്യയിൽ നിന്നുള്ളവരായതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് 2 പേരും യാദൃശ്ചികമായി പരിചയപ്പെട്ടു. ദിവസങ്ങൾ കഴിഞ്ഞ് പരസ്പരം പ്രണയിക്കാൻ തുടങ്ങി. വളരെ ആഴത്തിൽ പ്രണയിക്കാൻ തുടങ്ങി. ഒരു ബന്ധമെടുക്കുകയാണെങ്കിൽ പ്രണയിക്കുന്ന ഒരു പുരുഷൻ ഒരു കാര്യം സ്ത്രീക്ക് ഏത് അളവിലാണോ കൊടുക്കുന്നത് അതേ അളവിൽ തിരികെ കൊടുത്താൽ മാത്രമേ ആ ഒരു ബന്ധം ബാലൻസ് ആവുകയുള്ളൂ. അത് എന്ത് തന്നെ ആയാലും ഒരാൾക്ക് ഒരു കാര്യം കൂടുതലും മറ്റൊരാൾക്ക് അത് കുറവുമാണെങ്കിൽ ആ ഒരു ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു പ്രശ്നം വരുന്നു. ജാസ്മിന് അവന് ഇഷ്ടമാണ്, എങ്കിലും അവൾ പഠിത്തത്തിലായിരുന്നു കൂടുതലും ശ്രദ്ധ ചെലുത്തിയത്. നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞ് നല്ലൊരു ജോലിക്ക് പോകണം, ആ ഒരു ഉദ്ദേശത്തോടു കൂടി അവൾ പഠിക്കുന്നു. എന്നാൽ അതേസമയം അവൾ പ്രണയിക്കുകയും ചെയ്തു. എന്നാൽ ടറിക് ജോണിനെ എടുക്കുകയാണെങ്കിൽ അവന് പ്രണയിക്കുന്നതല്ലാതെ മറ്റ് യാതൊരു ജോലിയും ചെയ്യില്ല. 24 മണിക്കൂറും തന്റെ പ്രണയിനിയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിൽ മാത്രമായിരുന്നു അവന് ശ്രദ്ധ. ഒരുപാട് പൊസസീവ് ആകാൻ തുടങ്ങി. അങ്ങനെ ഇംബാലൻസ് ഉണ്ടായതും പ്രണയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. സാധാരണ കൗമാരപ്രായത്തിൽ പ്രണയിക്കുന്നവർ വളരെ പൊസസീവ് ആയിരിക്കും, ഇൻസെക്യൂർ ആയിരിക്കും. താൻ പ്രണയിക്കുന്ന പെൺകുട്ടി മറ്റാരെങ്കിലും പ്രണയിക്കുമോ, മറ്റാരോടെങ്കിലും സംസാരിക്കുമോ, അങ്ങനെയാണെങ്കിൽ പോലും ഇവരെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. അതുപോലെ ടറിക് ജോട്ടും ജാസ്മിൻ ആരോട് സംസാരിച്ചാലും അവനത് ഇഷ്ടപ്പെടില്ല. ഒരു ദിവസം കൂടെ പഠിക്കുന്ന കൂട്ടുകാരികളുമായി ജാസ്മിൻ പുറത്തു പോകാൻ തുടങ്ങിയപ്പോൾ ടറിക് ജോൺ അവളെ തടഞ്ഞു. ഞാനില്ലാതെ നീ എവിടെയും പോകണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ പദ്ധതി നീ ഇവിടെ തന്നെ അവസാനിപ്പിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അത്രത്തോളം അവളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും അവൻ തടയാൻ തുടങ്ങി. എന്നാൽ അവന്റെ പൊസസീവ്നെസ് എത്ര അധികമായാലും ജാസ്മിൻ അത് മനസ്സിലാക്കി. ശരി, എപ്പോഴെങ്കിലും അവൻ ശരിയാകും, താൻ ഇഷ്ടപ്പെട്ടാണല്ലോ പ്രണയിച്ചത് എന്ന് കരുതി എല്ലാം അവളുടെ മനസ്സിൽ ഒതുക്കി വെച്ചു. ആ ബന്ധത്തെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പക്ഷെ അവന്റെ സ്വഭാവം ദിവസം കഴിയുന്തോറും മാറാൻ തുടങ്ങി. അടുത്ത ഘട്ടമായ ഒബ്സഷനിലേക്ക് പോയി. പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ഇന്ന് പുറത്തു പോകാൻ പാടില്ല, ഞാനില്ലാതെ നീ പുറത്തു പോകാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാതെ ഇവൾ ആർക്കൊപ്പമെങ്കിലും പുറത്തു പോകുമോ, ഇങ്ങനെ ചിന്തിച്ച് അവൾ അറിയാതെ അവളെ രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങും. ഇങ്ങനെ ദിവസം കഴിയുന്തോറും അവന്റെ സ്വഭാവം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറി. ജാസ്മിൻ അറിയാതെ അവളെ പിന്തുടരാൻ തുടങ്ങി, രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. അവൾ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, ആരോടൊപ്പം പുറത്തേക്ക് പോകുന്നുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ അറിയാൻ തുടങ്ങി. ഇങ്ങനെ അവന്റെ സ്വഭാവം ദിവസം കഴിയുന്തോറും ജാസ്മിനെ ശ്വാസം മുട്ടിപ്പിക്കുന്നത് പോലെ തോന്നി. ഒരു ഘട്ടത്തിൽ ജാസ്മിന് ദേഷ്യം വന്നു. ഇത്രയും ദിവസം നീ വേണം, നിന്റെ പ്രണയം വേണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഒന്നും മിണ്ടാത്തത്. പക്ഷെ എപ്പോഴാണോ നീ എന്റെ സ്വാതന്ത്ര്യത്തിലും സന്തോഷത്തിലും എന്റെ അവകാശങ്ങളെയും ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്, ഇനി ഈ ഒരു ബന്ധവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇങ്ങനെ അവൾ തീരുമാനിച്ച് ഒരു ദിവസം അവനെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു. ഈ ഒരു ബന്ധം എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എനിക്ക് വിദ്യാഭ്യാസം വേണം, സ്വാതന്ത്ര്യം വേണം, സന്തോഷം വേണം. എന്റെ അവകാശങ്ങളൊന്നും നീ ചോദ്യം ചെയ്യാൻ പാടില്ല. എന്റെ സ്വാതന്ത്ര്യം നിന്റെ സ്വാതന്ത്ര്യമാണെന്ന് ചിന്തിക്കുന്നത് തന്നെ വലിയൊരു തെറ്റാണ്. എന്നെ കൊണ്ട് ഈ ഒരു ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഇതോടുകൂടി അവസാനിപ്പിക്കാമെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ ജാസ്മിൻ ആ ഒരു ബന്ധം അവസാനിപ്പിച്ചു. ജാസ്മിൻ ആ സമയം ചിന്തിച്ചത് ഒരാളെ പ്രണയിച്ചു, ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് ചേരില്ല എന്ന് വിചാരിച്ചപ്പോൾ അത് ബ്രേക്കപ്പ് ആയി. ഇങ്ങനെ ചിന്തിച്ച് അവൾ സാധാരണ രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. പക്ഷെ ഈ വേർപിരിയൽ അവളുടെ ജീവിതത്തിൽ വലിയൊരു ആഘാതം സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ളത് ആ സമയം ജാസ്മിൻ അറിഞ്ഞില്ല. ഇതിനുശേഷം അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്
സങ്കല്പിച്ചു പോലും നോക്കാൻ കഴിയാത്ത വളരെ ക്രൂരമായ ഒരു കാര്യമാണ്. ജാസ്മിനെ സംബന്ധിച്ച് അവൾ വളരെ പോസിറ്റീവായ പെൺകുട്ടിയാണ്. എന്നാൽ ടെറിക് ജോർഡ് വളരെ ക്രൂരമായ വ്യത്യസ്തനായ ഒരു സൈക്കോ എന്ന് പറയാം. അവനെ കൊണ്ട് ഈ വേർപിരിയൽ താങ്ങാനായില്ല. സാധാരണ ഇങ്ങനെ ഒരു വേർപിരിയൽ ഉണ്ടായാൽ പുരുഷൻ എന്തായിരിക്കും ചെയ്യുക? ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവപ്പെടും, മദ്യപിക്കാൻ തുടങ്ങും, മറ്റു ദുശീലങ്ങൾക്ക് അടിമയാകും. 1 മാസം 2 മാസത്തിൽ അതൊരു പക്ഷെ ശരിയാകാം. എന്നാൽ ടെറിക് ജോർഡ് അങ്ങനെ ആയില്ല. അവനെ വേർപിരിയൽ അംഗീകരിക്കാനായില്ല. അവൾക്ക് എങ്ങനെ എന്നെ റിജക്ട് ചെയ്യാൻ തോന്നി? എനിക്കിത് അപമാനമാണ്, എനിക്ക് എന്ത് കുറവാണുള്ളത്? അങ്ങനെ എന്നെ റിജക്ട് ചെയ്ത അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന രീതിയിൽ അവളോടുള്ള അമിതമായ പ്രണയം ദിവസം കഴിയുന്തോറും പ്രതികാരമായി മാറാൻ തുടങ്ങി. 24 മണിക്കൂറും ജാസ്മിനെ പിന്തുടരാൻ തുടങ്ങി. അവൾ എവിടെ പോകുന്നു, വരുന്നു, ആരോടൊക്കെയാണ് സംസാരിക്കുന്നത്, എവിടേക്ക് പോകുന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ തന്നെ പിന്തുടരുന്നു എന്ന കാര്യം ജാസ്മിൻ അറിയാം. പക്ഷെ അവളത് കാര്യമാക്കിയില്ല. കാരണം ആ ഒരു ബന്ധം അവിടെ അവസാനിച്ചു. ഒരുപക്ഷെ അവനത് വീണ്ടും തുടങ്ങാനുള്ള പദ്ധതിയിലാണോ തന്നെ ഫോളോ ചെയ്യുന്നത് എന്ന രീതിയിൽ അവനെ ശ്രദ്ധിക്കാനേ പോയില്ല. ഇപ്പോ ഈ ഒരു സംഭവം മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നു. നീയില്ലാതെ എനിക്ക് ജീവിക്കാനേ സാധിക്കില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന് ജാസ്മിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഞാൻ മരിക്കുകയാണെങ്കിൽ അതിന് കാരണം നീ മാത്രമായിരിക്കുമെന്ന് അവളോട് പറയുന്നു. അങ്ങനെ അവൾ ഈ ബന്ധത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതുവരെയും അവനെ അവഗണിച്ചുകൊണ്ടിരുന്ന ജാസ്മിന് ഇപ്പൊ മനസ്സിലായി, എപ്പോഴാണോ അവൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയത് അപ്പോൾ മുതൽ ജാസ്മിൻ അലർട്ടായി. ഇതിൽ 2 കാര്യമുണ്ട്. ഒരുപക്ഷെ അവൻ സത്യത്തിൽ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അവൾ കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്ന രീതിയിൽ അവളുടെ ഭാവിയെ അത് വലിയ രീതിയിൽ ബാധിക്കും. രണ്ടാമത്തേത്, അവൻ ആത്മഹത്യ എന്ന ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തി വീണ്ടും ആ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. ആ ഒരു ഭയവും അവൾക്കുണ്ടായിരുന്നു. ഇനി ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് കരുതി നേരെ പോലീസിൽ ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ ഒരാളെ പ്രണയിച്ചു, അത് പക്ഷെ ഇപ്പോൾ വേർപിരിഞ്ഞു, അവനിപ്പോ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, 24 മണിക്കൂറും എന്നെ നിരീക്ഷിക്കുകയാണ്, അവൻ കാരണം എന്റെ ജീവന് ആപത്തുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് കൊടുത്തു. എന്നാൽ ഇങ്ങനെ 1000 കംപ്ലൈന്റ് പോലീസുകാർ ദിനം പ്രതി കണ്ട് ക്ഷീണിച്ചു. അതിനാൽ തന്നെ ജാസ്മിൻ കൊടുത്ത ഈ ഒരു കംപ്ലൈന്റ് പോലീസ് നിസ്സാരമായി കണ്ടു. പക്ഷെ പോലീസ് ഈ ഒരു കംപ്ലൈന്റ് ശരിയായ രീതിയിൽ ആക്ഷൻ എടുക്കാത്തത് കൊണ്ട് ജാസ്മിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നം വരാൻ പോകുന്നു എന്നുള്ളത് ജാസ്മിനും അറിഞ്ഞില്ല, പോലീസുകാരും അറിഞ്ഞിരുന്നില്ല. അവൾ കംപ്ലൈന്റ് കൊടുത്തത് 2021 ജനുവരി മാസം. എന്നാൽ ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് ആക്ഷൻ ഒന്നും എടുക്കാത്തത് കൊണ്ട് ഇനി പോലീസിനെ വിശ്വസിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതിനാൽ അവൾ തന്നെ അവളെ സംരക്ഷിക്കാൻ തുടങ്ങി. അവൻ അറിയാതെ മറഞ്ഞു ജീവിക്കാൻ തുടങ്ങി. അവൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമാക്കി സൂക്ഷിച്ചു. എന്നാൽ 24 മണിക്കൂറും ഇത് മാത്രമാണ് ജോലി എന്ന് നടക്കുന്ന അവനിൽ നിന്നും എല്ലാം മറച്ചു വയ്ക്കാൻ അവളെ കൊണ്ടായില്ല. അവന്റെ പ്രതികാരവും ദിവസം കഴിയുന്തോറും കത്തിയെരിയാൻ തുടങ്ങി. ഒരു ദിവസം നേരെ ഒരു ഹാർഡ്വെയർ ഷോപ്പിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ഒരു മൺവെട്ടി വാങ്ങി, കയ്യിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന കേബിൾ വയർ വാങ്ങുന്നു, ടേപ്പ് വാങ്ങുന്നു, ഒരാളെ കുഴിച്ചു മൂടാൻ എന്തൊക്കെയാണോ ആവശ്യം അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും അവൻ ആ കടയിൽ നിന്നും വാങ്ങി. ഇവയെല്ലാം CCTVയിലും റെക്കോർഡായി. ഈ വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് തന്റെ കൂട്ടുകാരന്റെ പക്കൽ നിന്നും ഒരു കാർ കടം വാങ്ങി നേരെ ജാസ്മിൻ എവിടെയാണോ ട്രെയിനിങ് എടുക്കുന്നത് ആ സ്ഥലത്തിന് പുറത്ത് കാത്തിരുന്നു. അവൻ എപ്പോഴാണോ കാർ പാർക്കിംഗ് ലോട്ടിലേക്ക് വരുന്നത് അപ്പോൾ അവളെ തട്ടിക്കൊണ്ടു പോകാം എന്ന ഉദ്ദേശത്തോടു കൂടി കാത്തിരിക്കുന്നു. വൈകുന്നേരം ഒരു 6:30 ആ സന്ദർഭം അവന് ലഭിച്ചു. ജാസ്മിൻ ഒറ്റയ്ക്ക് വരുമ്പോൾ ആ കാർ പാർക്കിംഗ് ലോട്ടിൽ വെച്ച് അവളുടെ വായ പൊത്തി കൈയും കാലും കെട്ടി ആ കാറിനുള്ളിലേക്ക് അവളെ എടുത്തിട്ടു. എന്നിട്ട് ആ കാർ അവിടെ നിന്നും പോകാൻ തുടങ്ങി. 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല, ഏകദേശം 650 കിലോമീറ്റർ 5.5 മണിക്കൂറോളം അവർ യാത്ര ചെയ്തു. ആ 5.5 മണിക്കൂറും അവൾ അതേ അവസ്ഥയിൽ ആ കാറിനുള്ളിലായിരുന്നു. ശരിയായി ശ്വാസം വിടാൻ പോലും അവളെ കൊണ്ട് സാധിച്ചില്ല. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഫ്ലിൻഡേഴ്സ് റേഞ്ചേഴ്സ് എന്ന ആൾസഞ്ചാരമില്ലാത്ത ഒരു മരുഭൂമിയിൽ കാർ കൊണ്ടുവന്ന് നിർത്തി. കാറിലുണ്ടായിരുന്ന മൺവെട്ടിയെടുത്ത് കുറച്ചപ്പുറത്തായി ഒരു കുഴിയെടുക്കാൻ തുടങ്ങി. ഈ 5.5 മണിക്കൂർ യാത്രയിൽ ശരിയായി ശ്വാസം വിടാൻ പോലും കഴിയാതെ അവൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അവൾക്ക് തലയൊക്കെ കറങ്ങുന്നത് പോലെ തോന്നി. പക്ഷെ അവൻ പുറത്ത് എന്തോ ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ മണ്ണ് മാറ്റുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ എന്താണ് അവൻ ചെയ്യാൻ പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഒരുപക്ഷെ തന്നെ ജീവനോടുകൂടി കുഴിച്ചുമുടാൻ പോവുകയാണോ എന്ന ഭയത്തിൽ അവൾ നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളെ കൊണ്ട് ശബ്ദം പോലും പുറത്തേക്കെടുക്കാൻ സാധിച്ചില്ല. വായ മുഴുവനും ടാപ്പ് കൊണ്ട് ഒട്ടിച്ചിരിക്കുകയായിരുന്നു. ആ കുഴിയെടുക്കാൻ അവൻ 1 മണിക്കൂറോളം എടുത്തു. ഇത് കഴിഞ്ഞ് കാറിനകത്തുണ്ടായിരുന്ന ജാസ്മിനെ പുറത്തേക്ക് വലിച്ചിട്ടു. ജീവനോടുകൂടി തന്നെ ആ കുഴിക്കുള്ളിലിട്ട് മണ്ണ് മൂടാൻ തുടങ്ങി. ഇതൊന്നും നമുക്ക് സങ്കല്പിച്ചു നോക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. താൻ മരിക്കാൻ പോവുകയാണ്, തന്നെ ജീവനോടുകൂടി കുഴിച്ച് മൂടാൻ പോവുകയാണെന്നുള്ള മരണഭയം അവളുടെ കണ്ണുകളിൽ ആ സമയം ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാനേ കഴിയില്ല. വളരെ നിസ്സാരമായി അവൻ ആ കുഴിയിൽ അവളെ ഇടുകയും അവൾക്ക് മുകളിലായി മണ്ണ് മൂടുകയും ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ
അവൻ കാർ എടുത്തു കൊണ്ടുപോയി. ഇപ്പോ ജാസ്മിന്റെ ഭാഗത്ത് യാതൊരു വിവരവും ഇല്ലാതായപ്പോൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും എന്തോ ഭയം തോന്നി. ഓസ്ട്രേലിയൻ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. പോലീസുകാരും അന്വേഷണം ആരംഭിച്ചു. അവളുടെ സുഹൃത്തുക്കളോട് ചെന്നിട്ട് ജാസ്മിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ജാസ്മിൻ ടാരിക് ജോട്ട് എന്നയാളെ പ്രണയിച്ചിരുന്നു. എന്നാൽ അടുത്തിടെ അവർ വേർപിരിഞ്ഞു. പക്ഷെ അവൻ പല ദിവസമായി അവളെ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, ഭീഷണിപ്പെടുത്തി. ഇതിനെക്കുറിച്ച് അവൾ നേരത്തെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറഞ്ഞു. ഇപ്പോ അവനെ വിളിച്ച് പോലീസ് അന്വേഷിച്ചു, ചോദ്യം ചെയ്തു. അവൻ പറഞ്ഞത്, ജനുവരി മാസം അവൾ എന്നെക്കുറിച്ച് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. അതിനുശേഷം ഞാൻ അവളെ ശല്യം ചെയ്തിട്ടേ ഇല്ല. അവളെക്കുറിച്ച് അതിനുശേഷം എനിക്കൊന്നും അറിയില്ല, എവിടെ പോയെന്നും അറിയില്ല ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അവസാന 2 ദിവസം അവൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം പോലീസ് ട്രാക്ക് ചെയ്തു. അങ്ങനെ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നും അവൻ എന്തൊക്കെ വസ്തുക്കൾ വാങ്ങിയെന്നുള്ള CCTV ഫൂട്ടേജ് എടുത്തു. അത് കണ്ടപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി അവൻ ജാസ്മിനെ തട്ടിക്കൊണ്ടുപോയി എന്തോ ചെയ്തു എന്ന്. അവസാനം ഈ CCTV ഫുട്ടേജ് തെളിവ് വെച്ചുകൊണ്ട് അവനെ വീണ്ടും ചോദ്യം ചെയ്തു. ആ സമയം അവൻ സമ്മതിച്ചു, ഞാനാണ് ജാസ്മിനെ തട്ടിക്കൊണ്ടുപോയത്, ജീവനോടെ തന്നെ അവളെ കുഴിച്ചുമൂടിയെന്നും പറഞ്ഞു. പക്ഷേ സംഭവം നടന്ന് ഒരു 5-6 ദിവസം കഴിഞ്ഞാണ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ അത്രയും ദിവസമായിട്ട് കൂടിയും ജാസ്മിനെ ജീവനോടുകൂടി പുറത്തെടുക്കാൻ കഴിയണമെന്നുള്ള ഒരു ആവേശത്തിലും വേഗത്തിലും അവൾ ഏത് സ്ഥലത്താണോ അവൻ കുഴിച്ചിട്ടത് അതേ സ്ഥലത്ത് അവനെ കൊണ്ടുപോയി ആ സ്ഥലം കുഴിച്ചു നോക്കുന്നു. പക്ഷേ ജാസ്മിൻ മരിച്ച് പല ദിവസമായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ശ്വാസം മുട്ടിയാണ് അവൾ മരിച്ചത്. അവളുടെ ശ്വാസകോശത്തിൽ മണലും പൊടിയും ഉണ്ടായിരുന്നു. ജീവനോടുകൂടി മണ്ണിനടിയിൽ കുഴിച്ചു മൂടിയപ്പോൾ അവൾ ശ്വാസമെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ആ ഒരു മരണവെപ്രാളത്തിൽ അവൾ മരിക്കുകയും ചെയ്തു. അടുത്ത ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ജീവനോടെ ഒരാളെ കുഴിച്ചു മൂടുന്നത് പോലുള്ള ക്രൂരത മറ്റൊന്നില്ല. അവളുടെ അവസാന നിമിഷങ്ങൾ എന്നെ കൊണ്ട് ചിന്തിച്ചു പോലും നോക്കാൻ കഴിയുന്നില്ല. ആ പെൺകുട്ടി എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ജാസ്മിനെ ഇവൻ തന്നെയാണ് കൊന്നത് എന്നതിന് ഇപ്പോൾ ഒരുപാട് തെളിവുകൾ ലഭിച്ചു. അവസാനം അവനും കുറ്റസമ്മതം നടത്തി. അവളെ കൊന്ന കുറ്റത്തിനും പല ദിവസമായി അവളെ പിന്തുടരുക, ഭീഷണിപ്പെടുത്തി അവളെ വേദനിപ്പിച്ച കുറ്റത്തിനും അവനെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ അവനെതിരെ ഒരുപാട് തെളിവുകൾ ഉള്ളതുകൊണ്ട് ഈ കുറ്റങ്ങളൊന്നും താൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് അവനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതേസമയം അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നതിനു വേണ്ടി ഡിഫൻസ് ടീം പറഞ്ഞത് അവന് ചെറിയ പ്രായം മുതലേ മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെ ജീവനോടുകൂടി കുഴിച്ചു മൂടേണ്ട ഒരവസ്ഥയിലേക്ക് അവൻ എത്തിയത്. മാത്രമല്ല ആ പെൺകുട്ടി അവൻ ഫോളോ ചെയ്ത് ടോർച്ചർ ചെയ്തു. അതിന് കാരണവും അവന് ചെറിയ പ്രായം മുതലേയുള്ള ആ ഒരു മാനസിക പ്രശ്നമാണെന്ന് അവർ എത്ര തന്നെ കഥയുണ്ടാക്കി പറഞ്ഞാലും കോടതി ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ അപ്പോഴുണ്ടായിരുന്ന ഓസ്ട്രേലിയൻ നിയമം അനുസരിച്ച് ആ ഒരു പ്രായത്തിൽ അവൻ ചെയ്ത കുറ്റത്തിന് അവൻ വെറും 23 വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തു. ഈ വിധി കേട്ടതിന് ശേഷം ജനങ്ങളായാലും ജാസ്മിന്റെ കുടുംബമായാലും ചിന്തിച്ചത് ഇവൻ ഒന്നുകിൽ വധശിക്ഷ കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ ജീവപര്യന്തം ശിക്ഷ കൊടുത്തിരിക്കണം. എന്നാൽ ഇത്ര വലിയ കുറ്റം ചെയ്തു, ഒരാളെ കൊന്നു, എങ്കിലും അവന് വെറും 23 വർഷത്തെ ജയിൽ ശിക്ഷ മാത്രമാണോ? ഇത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് എല്ലാവരും പറഞ്ഞു. ഈ ഒരു കേസ് കണ്ട് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ജാസ്മിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരിക്കലും ചിന്തിച്ചു പോലും നോക്കാൻ സാധിക്കില്ല. 5 മണിക്കൂറോളം അവൾ വല്ലാത്തൊരവസ്ഥയിൽ യാത്ര ചെയ്തു വന്നു. അടുത്ത് തന്നെ അവൻ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഭയത്തിലായിരുന്നു അവൾ അത്രയും സമയവും. അവസാനം തന്നെ ജീവനോടുകൂടി കുഴിച്ചുമൂടാൻ പോവുകയാണ് എന്നുള്ള സത്യം അവൾ മരിക്കുന്നതിന് തൊട്ട് മുൻപ് അവൾ അറിഞ്ഞിരുന്നു. ആ സമയത്തുള്ള ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ തീർച്ചയായും നമ്മളെ കൊണ്ട് ചിന്തിച്ചു നോക്കാൻ കഴിയാത്തതാണ്. മരണം എന്നത് വളരെ ക്രൂരമായൊരു കാര്യമാണ്. അതും ജീവനോടുകൂടി തന്നെ കുഴിച്ചു മൂടുക എന്നുള്ളത് അതിലും ക്രൂരമായൊരു കാര്യം തന്നെയാണ്. എത്ര ക്രൂരമായി ടോർച്ചർ ചെയ്തു കൊന്നു. അവന് വെറും 23 വർഷത്തെ ശിക്ഷ മാത്രമാണോ എന്നുള്ളത് നമുക്കും അംഗീകരിക്കാനും സാധിക്കുന്നില്ല, വിശ്വസിക്കാനും സാധിക്കുന്നില്ല. ഈ കേസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊസസീവ്നെസ്, ഒബ്സഷൻ, ഇതൊക്കെ എല്ലാവർക്കും ഒരു ബന്ധത്തിലുള്ള കാര്യമാണ്. ഒരു ഭാര്യയാണെങ്കിൽ മറ്റൊരാളുമായി സംസാരിക്കുന്നത് ഭർത്താവിന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഒരു ലിമിറ്റ് ഉണ്ട്. ഈ പൊസസീവ്നെസ് അധികമാകുമ്പോഴാണ് ഒബ്സഷൻ വരുന്നത്. ഒബ്സഷൻ എപ്പോഴാണോ വരുന്നത് അപ്പോൾ ആ ഒരു ബന്ധത്തിൽ വലിയൊരു പ്രശ്നം വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതായത് ഈ ഒരു കേസിൽ കണ്ടതുപോലെ വലിയൊരു കുറ്റകൃത്യത്തിൽ അവസാനിക്കേണ്ട സാധ്യതയുമുണ്ട്. പ്രണയമെന്നല്ല, ഏതൊരു കാര്യമെടുത്താലും നമ്മൾ ഒരുപാട് ഒബ്സഷൻ ആകാതിരിക്കുക. പണമായാലും പദവിയായാലും ജോലിയായാലും ഏതൊരു കാര്യത്തിലും ഒബ്സസീവ് അല്ലാതെ അതിനെ എപ്പോഴും ബാലൻസ് ചെയ്ത് നിർത്താനായി ശ്രമിക്കുക. സിനിമയിലൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ നിങ്ങൾ പോകാൻ അനുവദിക്കുക. അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങളെ തേടി വരും. അത് തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിലും സംഭവിക്കുന്നത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.